ഹലോ ഗൈസ്, നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹീസ്റ്റ് സീരീസിലെ രണ്ടാമത്തെ സീസണിലെ 7ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേയുള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ടോക്കിയോ റോയൽ മിന്റിലേക്ക് കടക്കുന്നു. ടോക്കിയോയെ ഷൂട്ട് ചെയ്യുവാൻ ശ്രമിച്ച പോലീസിനെ റോബറി ടീം ഷൂട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ മോസ്കോയ്ക്ക് വെടിയേൽക്കുന്നു. മോസ്കോ ശരീരം തളർന്ന് താഴേക്ക് വീഴുന്നു. തനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് മോസ്കോ പറയുന്നു. അവർ ഷർട്ടൂരി നോക്കുമ്പോൾ 3 സ്ഥലങ്ങളിൽ ബുള്ളറ്റ് കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നു. മോസ്കോയുടെ ശരീരത്തിൽ നിന്നും രക്തം വാർന്നൊലിക്കുന്നു. ഡെൻവർ തന്റെ ടീഷർട്ട് ഊരി രക്തം തുടച്ചു മാറ്റി അവിടെ ശക്തിയെ കെട്ടുന്നു. തന്റെ അച്ഛന്റെ അവസ്ഥ കണ്ട് ഡെൻവർ കരയുന്നു. റിയോ ഡെൻവറിനെ സമാധാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. നൈറോബിയും ഹെൽസിങ്കിയും മോസ്കോയ്ക്ക് ട്രിപ്പിടുന്നു. ഈ സമയം ബെർലിൻ മുകളിലേക്ക് പോകുന്നു. ടോക്കിയോയും അവിടേക്ക് എത്തുന്നു. പോലീസ് ടെന്റിലേക്ക് വിളിച്ച് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ അറേഞ്ച് ചെയ്യണമെന്ന് ടോക്കിയോ ആവശ്യപ്പെടുന്നു. പ്രൊഫസറിനെ വിളിക്കാമെന്ന് ബെർലിൻ പറയുന്നു. പ്രൊഫസറിനെ താൻ നിരവധി തവണ വിളിച്ചിരുന്നു, എന്നാൽ കിട്ടുന്നില്ല എന്ന് ടോക്കിയോ പറയുന്നു. ടെന്റിലുള്ള റക്കേലിനെ വിളിച്ച് ഡോക്ടറിനെ ആവശ്യപ്പെടുവാൻ ടോക്കിയോ പറയുന്നു. എന്നാൽ അത്തരത്തിലൊരു നീക്കം തങ്ങളെ ഏത് തരത്തിൽ ബാധിക്കുമെന്ന് തനിക്കറിയില്ല, അതിൽ റിസ്ക് ഉണ്ടെന്ന് ബെർലിൻ പറയുന്നു. ടെന്റിലേക്ക് വിളിച്ച് ഹെൽപ്പ് ചോദിച്ചില്ലെങ്കിൽ ടോക്കിയോ ബെർലിനെ കൊല്ലുമെന്ന് പറയുന്നു. ബെർലിൻ ടെന്റിലേക്ക് വിളിക്കുന്നു. അവിടെ റക്കേലില്ല, പകരം പിയാട്രയാണ് ഇൻചാർജ് എന്ന് പറയുന്നു. തങ്ങളുടെ ഗ്യാങ് മെമ്പറിനെ പോലീസ് ഷൂട്ട് ചെയ്തതിനാൽ മെഡിക്കൽ സപ്പോർട്ട് വേണം. ഒരു ഡോക്ടറിനെ റോയൽ മിന്റിലേക്ക് അയക്കണമെന്ന് ബെർലിൻ ആവശ്യപ്പെടുന്നു. ഡോക്ടറിനെ ഉള്ളിലേക്ക് അയക്കുവാൻ കഴിയില്ല, പേഷ്യന്റിനെ പുറത്തേക്ക് അയച്ചാൽ രക്ഷിക്കാമെന്ന് പിയാട്രെ പറയുന്നു. അങ്ങനെ ചെയ്യുവാൻ കഴിയില്ല എന്ന് ബെർലിൻ പറയുന്നു. ശരി, നിങ്ങളുടെ തീരുമാനം പോലെ എന്ന് പറഞ്ഞ് പിയാട്രെ കോൾ കട്ട് ചെയ്യുന്നു. താഴെ ഈ സമയം മോസ്കോ ഹെൽസിങ്കിയോട് താൻ രക്ഷപ്പെടുവാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുന്നു. ഡോക്ടർ വന്നാൽ ഉറപ്പായും രക്ഷപ്പെടുമെന്ന് ഹെൽസിങ്കി പറയുന്നു. ബെർലിൻ അവിടേക്കെത്തി മോസ്കോ പുറത്തേക്ക് പോയാൽ ട്രീറ്റ്മെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ കാര്യം പറയുന്നു. മോസ്കോ പുറത്തേക്ക് പോകാൻ തയ്യാറാണോ എന്ന് ബെർലിൻ ചോദിക്കുന്നു. മോസ്കോ താൻ ജയിലിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഏകദേശം 10 മിനിറ്റ് കൂടി കുഴിച്ചാൽ ടണൽ റെഡിയാകും. അതിന്റെ ജോലി ആരെങ്കിലും നോക്കുവാൻ മോസ്കോ പറയുന്നു. ഡെൻവർ താൻ അത് ചെയ്യാമെന്ന് പറയുന്നു. എത്രയും വേഗം തുരങ്കത്തിന്റെ ജോലി തീർത്ത് മോസ്കോയെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് ഡെൻവർ പറയുന്നു. റക്കേൽ മയക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നു. പ്രൊഫസർ റക്കേലിനെ തോക്ക് പിടിച്ച് സമീപത്തിരിക്കുന്നു. താൻ വിചാരിച്ചാൽ അവിടെ നിന്നും രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നു. റക്കേലിനെ വേണമെങ്കിൽ കൊല്ലാം, എന്നാൽ താൻ അങ്ങനെയൊന്നും ചെയ്തില്ല. താൻ റക്കേലിനെ ആത്മാർത്ഥമായി പ്രണയിക്കുന്നു എന്ന് പറയുന്നു. അതിന് ഇതാണ് തെളിവ് എന്ന് പറഞ്ഞ് പ്രൊഫസർ ഗൺ ടേബിളിലേക്ക് വയ്ക്കുന്നു. എന്നാൽ റക്കേൽ പ്രൊഫസറിന് നേർക്ക് ഗൺ പോയിന്റ് ചെയ്യുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്നതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എഴുതിയ ഒരു നോവൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ബർഗ്ലർ, ഒരു മോഷ്ടാവിന്റെ കഥ. ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് നൽകി തുടർച്ചയായി മോഷണങ്ങൾ നടത്തുന്ന ഒരു മോഷ്ടാവ്. അയാളെ ഏത് വിധേനയും പിടികൂടുവാനായി തൊട്ടു പിന്നാലെ തന്നെയുള്ള പോലീസ് ഓഫീസർ രഘുറാം. മോഷ്ടാവ് വളരെ വിദഗ്ധമായി ഒരു മാന്ത്രികൻ കൺകെട്ടിലൂടെ തന്റെ കാണികളെ കബളിപ്പിക്കും പോലെ ഓരോ കവർച്ചകളും രഘുറാമിനെ വെട്ടിച്ച് നടത്തുന്നു. വളരെ നൂതനമായ രീതിയിലായിരുന്നു ഓരോ കവർച്ചകളും. ബർഗ്ലർ എന്ന മോഷ്ടാവ് കവർച്ചകൾ എങ്ങനെ നടത്തുന്നു എന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ രഘുറാം കണ്ടെത്തുന്നു. ബർഗ്ലർ എന്ന പേരിൽ മുന്നറിയിപ്പ് കൊടുത്ത് കവർച്ചകൾ നടത്തുന്നത് ആര്? തന്റെ കൃത്യങ്ങൾ മുന്നറിയിപ്പായി രഘുറാമിന് നൽകുന്നത് എന്തിന്? ബർഗ്ലറിന്റെ വ്യത്യസ്തമായ മോഷണ രീതികളും അവ കണ്ടെത്തുവാനുള്ള രഘുറാമിന്റെ ശ്രമങ്ങളുമാണ് ബർഗ്ലർ, ഒരു മോഷ്ടാവ് എന്ന നോവലിന്റെ കഥ. റോബറി ത്രില്ലർ കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ നോവൽ ഇഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. നോവൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ബുക്കിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. റക്കേൽ പ്രൊഫസറിന് നേർക്ക് ഗണ്ണ് പോയിന്റ് ചെയ്യുന്നു. എന്നാൽ പ്രൊഫസർ അവിടെ നിന്നും എഴുന്നേറ്റ് നടക്കുന്നു. താൻ ഷൂട്ട് ചെയ്യുമെന്ന് റക്കേൽ പ്രൊഫസറിനോട് പറയുന്നു. പ്രൊഫസർ അത് കേൾക്കാതെ നടക്കുന്നു. റക്കേൽ ടെൻഷനിൽ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുന്നു. പ്രൊഫസർ നടത്തം നിർത്തി റക്കേലിനെ നോക്കുന്നു. തനിക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പ്രൊഫസർ നടന്നു തുടങ്ങുന്നു. റക്കേൽ ഷൂട്ട് ചെയ്യാനാകാതെ നിൽക്കുന്നു. പ്രൊഫസർ റക്കേലിന്റെ കാർ എടുത്ത് അവിടെ നിന്നും പോകുന്നു. റക്കേലിന്റെ ഫോൺ തന്റെ കൈവശം എടുത്തതിനാൽ റക്കേലിന് ആരെയും കോൺടാക്ട് ചെയ്യുവാൻ സാധിക്കില്ല. റക്കേൽ അവിടെ നിന്നും നടന്നു തുടങ്ങുന്നു. കുറച്ചു ദൂരം നടന്നതും അവിടേക്ക് എത്തിയ ഒരു ട്രാക്ടറിൽ ലിഫ്റ്റ് ചോദിച്ചു പോകുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ടു വന്ന പ്രൊഫസർ റോയൽ മിന്റിലെ തന്റെ ടീമിനെ കോൾ ചെയ്യുന്നു. ബെർലിൻ കോൾ അറ്റൻഡ് ചെയ്യുന്നു. പ്രൊഫസർ അവിടെ നടന്ന ഷൂട്ടൌട്ടിനെ പറ്റി ചോദിക്കുന്നു. മോസ്കോയ്ക്ക് വെടിയേറ്റ വിവരം ബെർലിൻ പറയുന്നു. എത്രയും വേഗം ഡോക്ടറിനെ എത്തിച്ചില്ല എങ്കിൽ മോസ്കോയുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് ബെർലിൻ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രൊഫസറിനും വിഷമമാകുന്നു.
തന്റെ ഒപ്പമുള്ള സെർബിയൻസിന്റെ സഹായത്തോടെ എതിർദിശയിൽ നിന്നും തങ്ങളും തുരങ്കം കുഴിച്ചു തുടങ്ങാമെന്ന് പ്രൊഫസർ പറയുന്നു. ഈ സമയം റക്കേൽ ടെന്റിലേക്ക് എത്തുന്നു. അവിടെ ആ സമയം ആൽബർട്ടോയും ഉണ്ടായിരുന്നു. ആൽബർട്ടോ അവിടേക്ക് എന്തിനാണ് വന്നതെന്ന് റക്കേൽ ചോദിക്കുന്നു. സാൽവയാണ് ഹേസ്റ്റിന് പിന്നിലെന്ന് റക്കേലിന് അറിയാമായിരുന്നോ എന്ന് സെർവറോസ് ചോദിക്കുന്നു. ആൽബർട്ടോ സംശയം തോന്നി കാറിലെ ഫിംഗർ പ്രിന്റും ഏഞ്ചൽ കൊടുത്ത സ്പൂണിലെ ഫിംഗർ പ്രിന്റും ചെക്ക് ചെയ്തിരുന്നു. താൻ കുറച്ചു സമയം മുന്നെയാണ് സത്യങ്ങൾ കണ്ടെത്തിയതെന്ന് റക്കേൽ പറയുന്നു. എന്നാൽ അതാരും വിശ്വസിക്കുന്നില്ല. റക്കേൽ തുടക്കം മുതൽക്കേ അവരെ റോബറിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ആൽബർട്ടോ പറയുന്നു. ഏഞ്ചൽ ഇതെല്ലാം കണ്ടുപിടിച്ചതുകൊണ്ടാണ് റക്കേൽ ഏഞ്ചലിനെ കേസിൽ നിന്നും റിലീവ് ചെയ്തതെന്ന് സെർവറോസ് പറയുന്നു. അവർ ഇരുവരും പ്രണയിച്ചതുകൊണ്ടാണ് റക്കേൽ അവരെ ഹെൽപ്പ് ചെയ്തതെന്ന് പിയാട്രെ പറയുന്നു. തനിക്കും ആ ഹേസ്റ്റിനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് റക്കേൽ പ്രൊഫസറിന്റെ അഡ്രസ്സ് കൊടുക്കുന്നു. അല്പസമയത്തിന് ശേഷം പിയാട്രെ അവിടേക്ക് തിരിച്ചെത്തുന്നു. റക്കേൽ കൊടുത്ത അഡ്രസ്സിൽ പോലീസ് ചെക്ക് ചെയ്തു. എന്നാൽ പ്രൊഫസർ അവിടെ ഇല്ല എന്ന് പിയാട്രെ പറയുന്നു. ഈ സമയം പ്രൊഫസർ ടെന്റിലേക്ക് കോൾ ചെയ്യുന്നു. റക്കേൽ തന്നെ ഹെൽപ്പ് ചെയ്തതിനാൽ അവളെ ഇൻട്രോഗേറ്റ് ചെയ്യുകയാണെന്ന് പിയാട്രെ പറയുന്നു. താൻ ആരാണെന്ന് കണ്ടെത്തി, ഇനി വോയിസ് ചേഞ്ചറിന്റെ ആവശ്യമില്ല എന്ന് പിയാട്രെ പറയുന്നു. പ്രൊഫസർ അത് ഓഫ് ചെയ്ത് തന്റെ ഒറിജിനൽ സൗണ്ടിൽ സംസാരിച്ചു തുടങ്ങുന്നു. റോയൽ മിന്റിൽ ഒരാൾ ജീവന് വേണ്ടി പോരാടുന്നുണ്ട്. ഉടൻ തന്നെ ഒരു ഡോക്ടറിനെ വേണമെന്ന് പ്രൊഫസർ പറയുന്നു. പ്രൊഫസർ ആണ് ഇതിനെല്ലാം കാരണം, അതിനാൽ സറണ്ടർ ആകാൻ പിയാട്രെ പറയുന്നു. റക്കേലിന്റെ മൊബൈലിലേക്ക് വിളിച്ച കോളിന്റെ ടവർ ലൊക്കേഷൻ ഉപയോഗിച്ച് അധികം വൈകാതെ തന്നെ പ്രൊഫസറിനെ അറസ്റ്റ് ചെയ്യുമെന്ന് പിയാട്രെ പറയുന്നു. താനായി സറണ്ടർ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല, പോലീസിന് കഴിയുമെങ്കിൽ പിടിക്കൂ എന്ന് പറഞ്ഞ് പ്രൊഫസർ കോള് കട്ട് ചെയ്യുന്നു. ടവർ ലൊക്കേഷൻ കണ്ടെത്തി അവിടെയുള്ള എല്ലാ വീടുകളും സെർച്ച് ചെയ്യുവാൻ പിയാട്രെ സെർവറോസിനോട് പറയുന്നു. ഈ സമയം റക്കേൽ തന്നെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നു. അല്ല, പക്ഷെ റക്കേൽ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലാണെന്ന് അവർ പറയുന്നു. തനിക്ക് തിരികെ വീട്ടിൽ പോകാമോ എന്ന് റക്കേൽ ചോദിക്കുന്നു. ഗണ്ണും ബാഡ്ജും തിരികെ കൊടുത്തിട്ട് പോകാമെന്ന് സെർവറോസ് പറയുന്നു. റക്കേൽ ദേഷ്യത്തിൽ അത് അവിടെ വെച്ചിട്ട് പോകുന്നു. ശേഷം റക്കേൽ ഏഞ്ചലിനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. കുറച്ചു സമയം അവിടെ ഇരുന്നതിന് ശേഷം കബോർഡിൽ നിന്നും ഏഞ്ചലിന്റെ ബാഡ്ജ് എടുത്ത് റക്കേൽ അവിടെ നിന്നും പോകുന്നു. ഈ സമയം മെഷീനിൽ ഒരു ബീപ് സൗണ്ട് കേൾക്കുന്നു. ഏഞ്ചൽ കണ്ണുകൾ മെല്ലെ തുറക്കുന്നു. ഏഞ്ചലിന് മാത്രമാണ് പ്രൊഫസർ ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് അറിയുന്നത്. ഏഞ്ചൽ അത് പോലീസിനെ അറിയിക്കുമോ? അതറിയുവാൻ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.